ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിൽ അതിന്റെ തുടക്കം തന്നെ നെതന്യാഹു പറഞ്ഞിരുന്നു, ഹമാസ് നേതാക്കളെ മുഴുവനും വകവരുത്തിയിട്ടല്ലാതെ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കുന്നതിൽ എപ്പോഴും ഇസ്രായേൽ കേമന്മാര് തന്നെയാണ്. ഹിസ്ബുള്ളയെ ആണെങ്കിലും ഹൂദികളെ ആണെങ്കിലും ഹമാസിനെ ആണെങ്കിലും ചൂണ്ടുവിരലിൽ നിർത്താൻ, അറേബ്യൻ രാജ്യങ്ങളെ ഒക്കെ തങ്ങളുടെ ഫാൻസാക്കി മാറ്റാൻ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ജൂതപ്പടയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ജൂതരാഷ്ട്രം ഫൈറ്റ് ചെയ്യുന്നത് ജൂതന്മാർക്ക് വേണ്ടി മാത്രമല്ല, ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് വേണ്ടി മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങൾ ഇന്ന് ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. ഇറാനെതിരായിട്ടുള്ള ഇസ്രായേലിന്റെ നിലവിലുള്ള സൈനിക നടപടികളെയും അദ്ദേഹം ന്യായീകരിച്ചു. അവ സംഘർഷം വർദ്ധിപ്പിക്കാതെ അവസാനിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമേനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക അത് തടയുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്നലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന് അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നം വയ്ക്കുന്ന വിഷയം നമ്മൾ സംസാരിക്കരുത് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഈ നിലപാടിൽ ട്രംപിനോടൊപ്പം ഇസ്രായേലും യോജിച്ചു. റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടാണത്. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ നെതന്യാഹു നിഷേധിച്ചിട്ടുമില്ല. ഇത് സംഘർഷം വർദ്ധിപ്പിക്കില്ലെന്നും സംഘർഷം അവസാനിപ്പിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇറാൻ ദീർഘകാലമായി മേഖലയിൽ അസ്ഥിരപ്പെടുത്തുന്ന ഒരു ശക്തിയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ചു. മിഡിൽ ഈസ്റ്റിലെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നതും സൗദി അറേബ്യയിലെ അരാംകോ എണ്ണപ്പാടങ്ങളിൽ ബോംബിടുകയും എല്ലായിടത്തും ഭീകരതയും അട്ടിമറികളും വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന ഈ ഭരണകൂടം നൂറ്റാണ്ട് കാലം സംഘർഷം വ്യാപിപ്പിച്ചു എന്നും നെതന്യാഹു പറഞ്ഞു. ഇനിയും അവരെ അഴിച്ചുവിടാൻ പറ്റില്ല, പിടിച്ചു കെട്ടണം. ഇറാന്റെ ആണവ അഭിലാഷങ്ങളെ ആഗോള ഭീഷണി എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന്റെ തുടർ നടപടികൾ ഇറാന്റെ പ്രേരിതമായിട്ടുള്ള എന്നേക്കുമായിട്ടുള്ള യുദ്ധം തടയാനാണ് ലക്ഷ്യമിടുന്നത് എന്നും അത് ലോകത്തെ ആണവ ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഖൊമേനിയെ വധിക്കാൻ അവസരമുണ്ടാ എന്ന് ഇസ്രായേൽ അവകാശവാദം. ഇക്കാര്യം യുഎസിന് മുന്നിൽ ഒന്നിലേറെ തവണ അവതരിപ്പിച്ചെങ്കിലും ട്രംപ് അത് കളഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതല്ലെങ്കിൽ ഇന്ന് ഇറാന്റെ ആ പ്രധാനമന്ത്രി കസേരയിൽ ഒരിക്കലും ആയത്തുള്ള അലി ഖൊമേനി പരമോന്നത നേതാവിന്റെ പട്ടത്തിൽ ഇരിക്കുമായിരുന്നില്ല. ഇറാനെ ആക്രമിക്കും മുമ്പ് ട്രംപിനെ അറിയിച്ചിരുന്നു എന്ന് നെതന്യാഹു റിപ്പോർട്ട് ചെയ്തു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇസ്രായേലും ഹമാസും പോലെ തന്നെ ഇതിനകത്തും മതം കടന്നു വരികയാണ്. മത രാജ്യങ്ങളെല്ലാം തന്നെ ഒരു ഭാഗത്ത് ഒരുമിച്ച് നിന്നിട്ട് ജൂതപ്പടയ്ക്കെതിരെ പൊരുതുന്ന ഒരു രീതിയാണ് ഇതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നതില് ഇസ്രായേല് ഖേദിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പുമായി തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ ഒരു ഭാഗത്ത്. ഇറാന്റെ ദേശീയ ടെലിവിഷൻ ചാനലിന്റെ ആസ്ഥാനം ആക്രമിച്ചതിന് പിന്നാലെയാണ് റജബ് തൊയ്യിബ് എർദോഗാൻ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വരുന്നത്. എന്നാൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളിൽ തുർക്കി പങ്കാളിയാകുമോ എന്ന കാര്യത്തിൽ എർദോഗാൻ വ്യക്തത വരുത്തിയിട്ടില്ല. അതേസമയം ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ രൂക്ഷമായിട്ടുള്ള വ്യോമാക്രമണമാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇറാൻ ശക്തമായിട്ടുള്ള തിരിച്ചടിക്ക് ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദേശീയ ടെലിവിഷൻ ചാനലിന്റെ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടതോടെ ഇസ്രായേലിന് കനത്ത തിരിച്ചടി നൽകാനാണ് ഇറാന്റെ നീക്കം. ജനങ്ങൾ ടെല്ലവീവ് ഒഴിയണം എന്ന് ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനു വേണ്ടിയുള്ള സാധ്യതകൾ വിദൂരമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാനെതിരായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാരെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള നീക്കം ഇന്ത്യ ഊർജിതമാക്കിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 100 പൗരന്മാരെയാണ് ഇന്ത്യ ഇറാനിൽ നിന്നും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ഇവർ ഇന്ന് രാത്രിയോടുകൂടി അർമേനിയയിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഇറാനിൽ ഏകദേശം ഒരുപാട് വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കുന്നു. ഒരു എണ്ണം പറയുന്നില്ല, ഇതാണ് റിപ്പോർട്ട്. എന്നാൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്.
ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്ര ഒരുക്കണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾക്ക് കര അതിർത്തികൾ ഉപയോഗിച്ച് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ വ്യോമ അതിർത്തി അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് കരമാർഗം ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി കടത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. എല്ലാ ഇന്ത്യൻ പൗരന്മാരോടും ഇന്ത്യൻ വംശജരോടും ബന്ധം നിലനിർത്താനും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കാനും ഏറ്റവും പുതിയ വിവരങ്ങൾക്കു വേണ്ടി എംബസിയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പിന്തുടരാനും ജൂൺ 15 തന്നെ ഇറാനിലെ ഇന്ത്യൻ എംബസി ഒരു മുന്നറിയിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സുരക്ഷാ സാഹചര്യം നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇറാനിലെ വിദ്യാർത്ഥികളുമായി അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ടെഹ്റാനിലെ മുൻ എംബസി വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ ഇന്ത്യക്കാരോടും ഉടൻ തന്നെ ടെഹ്റാൻ വിടാൻ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദേശികൾ ഇന്ത്യക്കാരെ അനുഗമിക്കരുതെന്നും മന്ത്രാലയം നിർദ്ദേശം നൽകി. ബന്ധുത്വം ഇപ്പോൾ പരിഗണിക്കുന്നില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികളെ അതിർത്തി വഴി അർമേനിയയിലേക്ക് മാറ്റും. ടെഹ്റാൻ തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ അടിയന്തരമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണത്തിൽ ഇറാനിലെ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടി ഇന്ത്യ ചോദിച്ചു. ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റതത്രേ. അവരാരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തബരീസ് മേഖലയിൽ ഇസ്രായേലിന്റെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടു എന്ന് ഇറാൻ അവകാശപ്പെട്ടു. ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൈദ്യുതി നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഹൈഫയിലെ ബസാൻ റിഫൈനറില് ഒരു 3ഓളം തൊഴിലാളികൾ കൊല്ലപ്പെട്ടു എന്നാണ് കേൾക്കുന്നത്. വടക്കൻ ഇസ്രായേലിൽ അപായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ടെല്ലവീവിൽ നിന്ന് ജനങ്ങൾ പിന്മാറണം എന്ന് ഇറാൻ മുന്നറിയിപ്പും നൽകി. അതിന് പിന്നാലെ ടെല്ലവീവിലും ഹൈഫയിലും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ ദേശീയ ടെലിവിഷൻ അവകാശപ്പെടുന്നു. ദക്ഷിണ ഇറാനിലെ എണ്ണപ്പാടം ആക്രമിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു എന്നും ഇറാനിയൻ വെബ്സൈറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണപ്പാടം ശനിയാഴ്ച ഇസ്രായേൽ ആക്രമിച്ചതിനെ തുടർന്ന് വാതക ഉൽപാദനം ഭാഗികമായി നിർത്തിവെച്ചു. അതേസമയം ഇറാന്റെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ ഇസ്രായേൽ ശക്തമായിട്ടുള്ള വ്യോമാക്രമണമാണ് നടത്തുന്നത്. ടെഹ്റാനിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകണം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണം കടുപ്പിച്ചത്. ടെഹ്റാന്റെ വ്യോമമേഖല പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാണ് എന്ന് ഇസ്രായേൽ സൈന്യവും അവകാശപ്പെട്ടിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖൊമേനിയെ വധിക്കുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വെല്ലുവിളി. ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള ഖൊമേനിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഈ സംഘർഷത്തിനൊരു പര്യവസാനം ഉണ്ടാകൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. ഇറാന്റെ ഏകാധിപതിയെ എല്ലായിടത്തും ആക്രമിക്കുമെന്നും അദ്ദേഹം ഒരിടത്തും സുരക്ഷിതനല്ലെന്നും നെതന്യാഹു പറഞ്ഞു. ആയത്തുള്ള ഖൊമേനി കുടുംബവുമൊത്ത് ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ഈ പ്രതികരണം. ടെഹ്റാന്റെ പടിഞ്ഞാറൻ കിഴക്കൻ ഭാഗങ്ങളിൽ നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ടെഹ്റാനിലെ ഒരു സൈനിക താവളത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിലെ ആസാദി സ്ക്വയറിലും ഇസ്രായേൽ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ യുദ്ധവിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിൽ തകർത്തതും പടിഞ്ഞാറൻ ഇറാനിലെ മിസൈൽ സംഭരണ കേന്ദ്രം തകർത്തെന്നും ഇസ്രായേൽ പറയുന്നു. ഇറാൻ ദേശീയ ടെലിവിഷൻ ആസ്ഥാനത്തും ഇസ്രായേൽ ആക്രമണം നടത്തി. തത്സമയ സംപ്രേഷണത്തിനിടയിലായിരുന്നു മിസൈൽ ആക്രമണം. സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചതുകൊണ്ട് മാത്രമാണ് ദേശീയ ടെലിവിഷൻ ആസ്ഥാനം ആക്രമിച്ചത് എന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. വൈകാതെ ടെലിവിഷൻ ചാനലിന്റെ സംപ്രേഷണം പുനരാരംഭിച്ചു. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്ന് പറഞ്ഞ അവതാരകൻ സഹർ ഇമാമി വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. നിരവധി ജീവനക്കാർ കൊല്ലപ്പെട്ടെന്നും സ്റ്റുഡിയോ ഇല്ലെങ്കിലും സംപ്രേഷണം തുടരുമെന്നും ഇറാൻ ദേശീയ ടെലിവിഷൻ അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുന്നുണ്ട് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേലിനാണ് തങ്ങളുടെ പിന്തുണ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. ഇറാന് യുദ്ധം ജയിക്കാനാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏറെ വൈകും മുമ്പ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും ട്രംപ് പറഞ്ഞു. ഇസ്രായേൽ ഇറാൻ സംഘർഷം അവസാനിപ്പിക്കണം എന്ന G7 പ്രസ്താവനയിൽ ഒപ്പിടാൻ ട്രംപ് തയ്യാറായില്ല. അതേസമയം വെടിനിർത്തലിന് ആഹ്വാനം ചെയ്ത് ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ അഥവാ GCC രംഗത്ത് വന്നു. ഇറാന് മേലുള്ള ആക്രമണങ്ങളെ GCC മന്ത്രിസഭ സമിതി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്.